നമ്മൾ ഈ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്ത് പാകി മുളച്ച് വരുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പാകി വെച്ചപ്പം അതിനിങ്ങനെ മുള പൊട്ടി വരുന്നത് കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്തുകളൊക്കെ എല്ലാം മുളയ്ക്കുന്നതാണോ എന്നൊക്കെ എല്ലാവർക്കും ചെറിയ സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്ത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഇതാ കേട്ടോ ഫ്ലോക്സിൻ്റെ സീഡുകൾ ഇതാ. ഇത്രയും സീഡുകൾ ഇനി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ വിത്താണ്. അപ്പോൾ ഫ്ലോക്സ് ചെടി എന്താണ്, അതിൻ്റെ പൂവ് എന്താണെന്നൊക്കെ അറിയാത്തവർക്കുണ്ടല്ലോ, ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണിക്കാം കേട്ടോ. ഫ്ലോക്സിൻ്റെ പൂക്കളങ്ങനെ ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇനി എല്ലാവരും വിചാരിക്കും നമ്മുടെ ഈ ഒരു ഫ്ലോക്സിൻ്റെ വിത്തൊക്കെ ഇപ്പോൾ വാങ്ങിയാൽ ഇനി നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ എന്നല്ലേ. ഇതുപോലെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്ലോക്സ് ചെടീൻ്റെ പൂക്കൾ. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ ഹാങ് ചെയ്തിടാൻ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഇതുപോലെ മതിലേ കൂടെയൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വിത്ത് ഇപ്പോൾ വാങ്ങിയാൽ ഇനി എപ്പം മുളപ്പിക്കണം എന്നറിയാത്തവർക്ക് അതും കൂടെ ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ ഇനി മഴയൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇതുപോലത്തെ നല്ല പൂച്ചെടിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ നല്ലൊരു എയർ ടൈറ്റ് ഉള്ളൊരു പോട്ടിലിട്ടിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടെ നമ്മുടെ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് നമുക്ക് നല്ല പൂട്ടിലൊക്കെ ആക്കി സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ വിത്ത് പാകുമ്പം മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി നല്ല പൊടിഞ്ഞ ഒരു പോട്ടി മിക്സറിൽ പാകാനായിട്ട് ശ്രമിക്കണം. പിന്നെ അത് കൂടാതെ ഉണ്ടല്ലോ നമുക്ക് വെറും മണലുണ്ടല്ലോ, ആ ഒരു മണലിൽ പാകിയാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്തുകളൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. മുള പൊട്ടി വരുന്നത് കാണിച്ചു കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഇതാ നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്തുകളെല്ലാം മുളച്ച് ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞലിയായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതാ ഫ്ലോക്സിൻ്റെ വിത്തുണ്ടല്ലോ കറക്റ്റ് ഇതാ മുളച്ചിങ്ങ് പൊന്തിയപ്പം ഇതാ ആ വിത്തിൻ്റെ ആ ഒരു തൊണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്തൊക്കെ മുളച്ച് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങി പാകാവുന്നതാണ് കേട്ടോ.